ഞാനിതൊക്കെ ചെയ്തത്. എങ്കിൽ പുതിയ ഗ്രഹത്തെ കുറിച്ച് പറ. അതൊരു കാന്തിക മലയാണ്. ഈ കടലിനടിയിൽ ഞാനൊരു മല കണ്ടുപിടിച്ചു. അവിടേക്ക് പോകാൻ വേണ്ടിയാണ് ഞാനിത് കണ്ടുപിടിച്ചത്. കടലിനടിയിലെ മലയിൽ കാന്തിക ശക്തി ഉണ്ടെന്നുള്ളത് എനിക്ക് മനസ്സിലായി. ആ മലയിലെ കാന്തിക ശക്തിയുടെ അളവ് വളരെ കൂടുതലായിരുന്നു. ഓ, ഇതുകൊണ്ടാണല്ലേ ഗ്രഹങ്ങളിൽ മാറ്റം സംഭവിച്ചത്. ഇതുപയോഗിച്ച് ഞാൻ ധനികനാകണമെന്ന് മോഹിച്ചു. പക്ഷേ ഇത് കാരണം ലോകം നശിക്കാൻ പോകുന്നു അല്ലേ? നീ താഴെ പോയി ആ കാന്തശക്തി നിയന്ത്രിച്ചു വെക്കൂ. ഇല്ല ഇല്ല ഇല്ല, തീർച്ചയായും എനിക്കത് കഴിയില്ല. ആ കാന്തിക ശക്തിയെ നിയന്ത്രിക്കാനുമാവില്ല, അതിനെ നശിപ്പിക്കാനുമാവില്ല. അപ്പൊ ഞങ്ങൾ ആ കാന്തിക ശക്തിയുള്ള മല കണ്ടിട്ട് വരാം. അത് നിനക്കും സാധിക്കില്ല. അതിന്റെ ശക്തി വളരെ കൂടുതലാണ്. അതിന് എന്റെ അടുത്തൊരു വഴിയുണ്ട്. ഇതുപോലത്തെ 3 കവചം ഉണ്ടാക്കി തരൂ. വളരെ ഉപകാരമായിരിക്കും. എല്ലാം തയ്യാറായി കഴിഞ്ഞു. നിങ്ങൾക്ക് ഇതിനുള്ളിൽ നിന്ന് പരസ്പരം സംസാരിക്കാം. ഇത് നിനക്കല്ലേ ക്വാക്ക്? ഇത് കൊടുത്താലേ കടലിലുള്ള സ്രാവുകൾ നമ്മളെ സഹായിക്കുകയുള്ളൂ. നിങ്ങൾ എന്തായി പറയുന്നത്? കടലിനടിയിൽ സ്രാവുകൾ ഉണ്ടെന്നോ? അതെ, അതിന്റെ ശക്തി കൊണ്ടാണ് ഇതിനെ നിയന്ത്രിക്കാൻ പോകുന്നത്. നീ വെളുത്തന്നെ ഇരുന്നിട്ട് ഇവരൊക്കെ ശരിക്കും ജോലി ചെയ്യണോ നോക്കണേ. നിങ്ങളെല്ലാം പോയിട്ട് വരൂ, ഞാൻ ഇവിടെ തന്നെ നിൽക്കാം. വരൂ, പോകാം. സിറായ, ഈ കാന്തിക മലയിൽ കൂടുതൽ ശക്തി എവിടെയാണെന്ന് നോക്കൂ. ഹക്കീം, നീ സ്രാവുകൾ വരുന്നുണ്ടോ എന്ന് നോക്കാൻ. ഇവിടെ തീർച്ചയായും സ്രാവ് വരുമോ? അതാണ് പറഞ്ഞത് നിന്നോട് നോക്കാൻ. ആ വെളുത്ത സ്രാവ് വന്നു കഴിഞ്ഞു. ഇത് ഈ കപ്പലിനെ തകർക്കും. വെള്ളസ്രാവ് വന്നില്ലേ, ഈ മീനുകളൊക്കെ എന്താ ചെയ്യാ? അതാ വരുന്നുണ്ട്, നോക്ക്. ഞാനിവിടെയുണ്ട്. സിൻബാദ്, ശരിയാണ് നീ കാണിച്ചത്. തയ്യാറാണോ ഹക്കീം? പക്ഷെ ആ സ്രാവ് തിരിച്ചു വരാതെ നമ്മൾ നോക്കണം. സിന്ധുബാദ് അവൻ വിചാരിച്ച കാര്യങ്ങളെല്ലാം പെട്ടെന്ന് നടക്കുമെന്ന് കരുതി ആ തിമിംഗലത്തിനെ കപ്പൽ മൂലമായി സിന്ധുബാദ് പിന്തുടർന്നു. എന്നാൽ പെട്ടെന്ന് തിമിംഗലത്തിന്റെ കഴുത്തിലുണ്ടായിരുന്ന ചങ്ങല മുറിഞ്ഞുപോയി. ഇപ്പൊ നമുക്ക് ഉടനെ തന്നെ എന്റെ രാജ്യത്തേക്ക് പോകണം സിൻബാദ്. നമ്മൾ എത്രയും പെട്ടെന്ന് ആ നഗരത്തിലെത്തും. എല്ലാവരും മുറുകെ പിടിച്ചോളൂ. ഇനി 1 മണിക്കൂറുണ്ട് ഹക്കീം. 1 മണിക്കൂർ ആയി കഴിഞ്ഞു. കാന്തികമല പൊട്ടിത്തെറിച്ചു. കടൽ ഇളകി മറിയുന്നു. നിനക്കും ആപത്ത് വരുന്നുണ്ട്. എനിക്കോ? എന്നെ കുറിച്ച് നിനക്ക് ശരിക്കും അറിയില്ല. ഇപ്പൊ ഞാൻ എന്താ ചെയ്യാൻ പോകുന്നതെന്ന് കണ്ടോ നീ? നിങ്ങൾ വെറും മണ്ടന്മാരാണ്. നിങ്ങളുടെ കൂടെ ചേർന്ന് നശിക്കാനാണോ ഞാൻ ഇതൊക്കെ കണ്ടുപിടിച്ചത്? സിൻബാദ്, സ്രാവ് വന്നുകൊണ്ടിരിക്കുന്നു. ഓ, അത് വന്നുവല്ലേ? സ്രാവിന്റെ പുറത്ത് കയറി സവാരി ചെയ്ത ആദ്യത്തെ ആൾ ഞാനാണെന്ന് എന്റെ പേര് ചരിത്രത്തിൽ എഴുതപ്പെടും. അത് വായിച്ച് നിങ്ങളൊക്കെ കോരിത്തരിക്കും. ശരി, ഞാൻ പോയിട്ട് വരാം. കഴിയുമെങ്കിൽ കടലിൽ ചാടി നിങ്ങളുടെ ജീവൻ രക്ഷിച്ചുകൊള്ളൂ. ഇതിനെ നിയന്ത്രിക്കാനാവുന്നില്ല. ആ തിരമാല വളരെ വലുതായി വരുന്നുണ്ട്. നമ്മൾ എല്ലാവരും ജയിച്ചിരിക്കുന്നു. നീ ഒന്നുകൊണ്ട് വിഷമിക്കണ്ട സുറായ, നമുക്കൊന്നും സംഭവിക്കില്ല. ഓ ജക്കീർ, നമ്മൾ ജയിച്ചിരിക്കുന്നു. സൊറായും സിൻബാദും നമ്മുടെ രാജ്യത്തെ രക്ഷിച്ചിരിക്കുന്നു. നോക്കൂ മോളെ സുറയ, നീ എന്നോട് ക്ഷമിക്ക്. സിൻബാദ്, നീയും എന്നോട് ക്ഷമിക്കണം. നിങ്ങളെ കുറിച്ച് ഓർക്കുമ്പോൾ എനിക്ക് ഒരുപാട് അഭിമാനമുണ്ട്. ഞാൻ നിങ്ങളെ മനസ്സറിഞ്ഞ് അഭിനന്ദിക്കുന്നു. ഞങ്ങൾ രണ്ടുപേരും ഞങ്ങളുടെ രാജ്യത്തിന് വേണ്ടിയാണ് ഇതൊക്കെ ചെയ്തത് അമ്മാവ.
ഇത്രയും ധൈര്യമുള്ള ഒരു പെൺകുട്ടിയെ ഞാൻ കണ്ടിട്ടേ ഇല്ല. യഥാർത്ഥ സുഹൃത്ത് ബന്ധത്തിന്റെ അടയാളമാണ് ഈ കുട്ടികൾ 3 പേരും. അന്ന് രാത്രി അവർ 3 പേരും